5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. റോഡിന്റെ ഡെൻസിറ്റിയിൽ, റോഡിന്റെ സാന്ദ്രതയിൽ ഇപ്പോൾ തന്നെ കേരളം വളരെ മുന്നിലാണ്. ജനസാന്ദ്രതയിലും മുന്നിലാണ്, റോഡിന്റെ സാന്ദ്രതയിലും മുന്നിലാണ്, വാഹനങ്ങളുടെ എണ്ണത്തിലും വളരെ മുന്നിലാണ്. ചൈനയോടും അമേരിക്കയോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം. തീർച്ചയായും വലിയ റോഡുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് റിംഗ് റോഡ്, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നടുഭാഗത്തൂടെ ഹൈവേ, അങ്ങനെ പിന്നെ നാഷണൽ ഹൈവേ, MC റോഡുകളുടെ ഒരു പരമ്പരയാണ്. നമുക്കൊരു നല്ല റോഡ് പണിയാൻ അറിയില്ല. പിന്നെയാണ് നമ്മൾ കേരയിൽ പോലുള്ള വൻകിട പദ്ധതികൾ, വയനാട് തുരങ്കപാത, എന്തൊക്കെയാണ് നമ്മുടെ തള്ളിമറിക്കലുകൾ. നല്ലൊരു റോഡ് പണിയാൻ നമുക്കറിയില്ല. കൊടുത്ത കമ്പനിയെ നമ്മൾ കുറ്റം പറയുന്നു. കമ്പനി മാത്രമാണോ പ്രതി? ഇത് സംവിധാനങ്ങൾ നോക്കുവാനുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് സംവിധാനം എവിടെ? നമ്മുടെ PWD സംവിധാനം എവിടെ? മുട്ടന് തള്ളി മറിച്ച് ഫേസ്ബുക്കിലിട്ട് സെൽഫി എടുത്ത് ഏതെങ്കിലുമൊക്കെ കേന്ദ്രത്തിൻ്റെ റോഡായാലും കേരളത്തിൻ്റെ റോഡായാലും പഞ്ചായത്തിൻ്റെ റോഡായാലും അവിടെയെല്ലാം നിന്ന് സെൽഫി എടുത്ത് ഞങ്ങളൊരു ടീമായി നിന്ന് പ്രവർത്തിച്ച് രാത്രിയും പകലും ഇങ്ങനെ നിരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം, ഒരൊറ്റ ടീമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ മരുമോൻ തള്ളി മറിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ്? ഫ്ലെക്സ് ഉണ്ടോ? ഇപ്പോൾ ഫോട്ടോ ഉണ്ടോ? ബൈറ്റ് ഉണ്ടോ? എന്താണ്? ഇതാണ് പറയുന്ന സുധാകരൻ, G. സുധാകരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. G. സുധാകരൻ നമ്മൾ 1000 വട്ടം അദ്ദേഹത്തിന് ലാൽ സലാം പറയണം, അദ്ദേഹത്തിന് റെഡ് സല്യൂട്ട് കൊടുക്കണം. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ റോഡ് കണക്കെ പണിതിരുന്നത്, എത്ര കൃത്യമായിട്ടാണ് അഴിമതിയില്ലാതെ ഒരു വകുപ്പിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ഇടത്താണ് വളരെ ചെറുപ്പക്കാരനായ, യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മരുമകൻ എന്നുള്ള ഒറ്റ കെയർ ഓഫിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തത്. എന്നിട്ട് പൊതുമരാമത്ത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ താപ്പാനകളുടെ പറുദീസയാണ്. അത് വലിയ ലോകമാണ്. അവിടെ എഞ്ചിനീയർമാർ, കോൺട്രാക്ടർമാർ, കമ്പനികൾ, വലിയ കോൺട്രാക്ട് രാജൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇതുപോലൊരു ചെറുപ്പക്കാരൻ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മലപ്പുറത്ത് കുരിയോടും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ. ഒരിടത്താണെങ്കിൽ നമുക്ക് പറയാം, സോയിൽ ടെസ്റ്റിങ്ങിലോ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയെന്ന് പറയാം. 1 അല്ല 2 അല്ല 100 കണക്കിന് അപകടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ദേശീയപാത എവിടെയെല്ലാം പണിയുന്നുണ്ടോ അവിടെയെല്ലാം കുഞ്ഞു അപകടങ്ങൾ. നമുക്ക് നല്ലൊരു റോഡ് ഉണ്ടാക്കാൻ കഴിയാതെ, അതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്താൻ കഴിയാതെ, അതിൻ്റെ താഴോട്ട് താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ കഴിയാതെ നമ്മൾ 6 വരിയും 8 വരിയും 4 വരിയും എന്നൊക്കെ പറഞ്ഞ് പാതയൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ, ദേശീയപാതയാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിഴിഞ്ഞം കഴിഞ്ഞാൽ അതുപോലെ ദേശീയപാതയാണ്, അല്ലെങ്കിൽ ഗെയിൽ പദ്ധതി കഴിഞ്ഞാൽ ദേശീയപാതയാണ് ഏറ്റവും വലിയ വികസനത്തിൻ്റെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് വേണ്ട ബഹളമുണ്ടാക്കിയ നമ്മൾ ഇപ്പോൾ എല്ലാവരും എവിടെ പോയി? കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റം പറയും, സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയും. അവിടെ NIA കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയുന്നു, CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇതിന് IIT കഴിഞ്ഞ CT മുഹമ്മദ് ബഷീർ MP നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ IIT-കളിലെ എഞ്ചിനീയർമാർ വന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞു. എന്ത് നാടാണിത്? എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഈ എഞ്ചിനീയറിംഗ് സർവേ നടത്തിയിട്ടുണ്ടോ? സോഷ്യൽ ഇമ്പാക്റ്റ് സർവേ നടത്തിയിട്ടുണ്ടോ? അവിടുത്തെ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ? ആവശ്യമായ പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? മലകളെ എന്തെങ്കിലും സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും സ്വീകരിക്കാതെ കണ്ണിൽ കണ്ടതുപോലെ നമ്മൾ ഇടവഴി വെട്ടുന്നത് പോലെ, തടം വെട്ടുന്നത് പോലെ നാഷണൽ ഹൈവേ ഉണ്ടാക്കി തള്ളുകയാണ്. എന്തുമാത്രം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തുമാത്രം ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ, മലവെള്ളം പോലുള്ള മഴ വന്നാൽ ചെറിയ മഴകളെ പോലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട്. എന്താണ് ഇവിടെ ചെയ്തു മറിക്കുന്നത്? എന്നിട്ട് നമ്മൾ പറയും നമ്മൾ കേമന്മാരാണ്, ഞങ്ങൾ കേരയിൽ ഉണ്ടാക്കും, ഞങ്ങൾ തുരങ്കപാതയുണ്ടാക്കും, ഞങ്ങൾ വൻകിട പ്രോജക്റ്റുകളുടെ അപ്പോസ്തലന്മാരാണ്, ഉസ്താദുമാരാണ്, കേരളത്തെ കണ്ട് പഠിക്കൂ വികസനത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ഇരുന്ന് മറിക്കും. അട്ടിമറിക്കുന്നത് പോലെ ഇരുന്ന് മറിക്കും. വല്ല കാര്യമുണ്ടോ? ഇതിന് ആരാ ഉത്തരം പറയുക? ഈ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം എടുത്തിട്ടാണ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക്. ഇവിടെ DA കൊടുക്കാൻ പൈസയില്ല. ഇവിടെ അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ശമ്പള പരിഷ്കരണത്തിന് പൈസയില്ല, ആശാ വർക്കേഴ്സിന് 100 രൂപ ദിവസം കൂട്ടി കൊടുക്കാൻ പണമില്ല, ഒന്നിന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല, പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവരുന്നില്ല, അതിന് ചോദിക്കുമ്പോൾ പണമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പണം വെട്ടിയിരിക്കുകയാണ്, ചുരുക്കം വെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പഠന പ്രോജക്റ്റുകൾ ഒന്നും ഉണ്ടാവുന്നില്ല, PRD പരസ്യം കൊടുക്കുന്നില്ല. എല്ലാം ചോദിക്കുമ്പോൾ പണമില്ല, ഖജനാവ് കാലിയാണ്. ആ ഖജനാവ് കാലിയായ സ്ഥലത്താണ് ഇങ്ങനെ കുറേ അഭ്യാസങ്ങൾ. അത് കൊടിയ അഴിമതിയും കൂടിയാണ് നടക്കുന്നത്. എന്തായാലും കൊള്ളാം, നമ്മുടെ റോഡ് നിർമ്മാണം
വളരെ ശാസ്ത്രീയമായി നടക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നല്ല 4 റോഡ് ഉണ്ടാക്കിയ റോഡ് പരിപാലിക്കാൻ കഴിയാത്ത നമ്മളാണ് ലോകത്തെ ഒന്നാമൻ. എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാം. വരൂ, കേരളത്തെ കാണൂ, നമ്മുടെ റോഡുകളെ കാണൂ. ഇതാണ് ഞങ്ങൾ, കേരളം ഒന്നാമത്, ഞങ്ങൾ വീണ്ടും വരും.